ഫ്രണ്ട്സ്, ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട്ടിലെ ഒരു ചക്ക സംരംഭത്തെക്കുറിച്ചാണ്. ചക്കയും മലയാളികളും തമ്മിലുള്ള ബന്ധം വല്ലാത്തൊരു ബന്ധം തന്നെയാണ്. ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ചക്ക കൊണ്ട് പരീക്ഷിക്കാത്ത സാധനങ്ങൾ കുറവായിരുന്നു, ഹൽവ തൊട്ട് ജ്യൂസ് വരെ. എന്നാൽ ഇനി പറയാൻ പോകുന്നത് വയനാട്ടിൽ താരമാകാൻ പോകുന്ന ചക്കയെക്കുറിച്ചാണ്. കുരു കളഞ്ഞ് ചക്ക ഒരുക്കിയാൽ കിലോയ്ക്ക് 40 രൂപ വരെയാണ് വില കിട്ടുക. ഇനി വയനാട്ടിൽ ഒരു ചക്കയും പാഴായി പോകില്ലെന്ന് സാരം. കാർഷികോൽപാദക കമ്പനിയായ ടീ ഫാം വയനാട് പ്രൊഡ്യൂസർ കമ്പനിയാണ് കർഷകരിൽ നിന്ന് ചക്ക സംഭരിച്ചു തുടങ്ങിയത്. ചക്ക സംരംഭിക്കുന്ന ഈ നൂതന സംരംഭം പ്രവർത്തിക്കുന്നത് നമ്മുടെ മാനന്തവാടി ഒണ്ടയങ്ങാടിയിലാണ്. ചക്കയിൽ നിന്നുള്ള ഏറ്റവും വില കൂടിയ ഉൽപ്പന്നമായ വാക്യൂം ഫ്രൈ ഉണ്ടാക്കുന്നതിന് വരിച്ചക്ക പഴമാണ് ടീ ഫാം കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നത്. കുരു കളഞ്ഞ് ഒരുക്കിയ 1 കിലോ വരിക്കച്ചക്ക പഴത്തിന് 40 രൂപ നൽകിയാണ് ഗ്രാമങ്ങളിൽ നിന്നും വരിക്കച്ചക്കപ്പഴം വാങ്ങുന്നത്. ഒരുക്കി നൽകാൻ കഴിയാത്തവരിൽ നിന്ന് തോട്ടങ്ങളിൽ നിന്ന് മൊത്തമായി ചക്ക ശേഖരിക്കുന്നതിന് ടീ ഫാമിന്റെ നേതൃത്വത്തിൽ ചക്ക വണ്ടിയും സർവീസ് നടത്തുന്നുണ്ട്. ജാക്ക് 12 എന്ന പേരിൽ വയനാടൻ ഉൽപ്പന്നമായാണ് ടീ ഫാം ചക്ക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറങ്ങുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ തുടങ്ങിയ പുതിയ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് വയനാട്ടിലുള്ള കർഷകരെടുത്ത് പോയി ചക്ക ശേഖരിക്കുകയാണ്. ഇപ്പം വയനാട്ടിൽ നമ്മളടുത്ത് ഈ വെറുതെ പ്ലാവിൽ നിന്ന് വീണ് പോകുന്ന ചക്ക സംസ്കരിച്ച് പഴുത്ത ചക്കയിൽ നിന്നും ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് മാനന്തവാടി ടീ ഫാം മാനന്തവാടിയിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള ചക്ക ശേഖരണാർത്ഥമാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ മാനന്തവാടി തിരുവിൽപ്പുഴ, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കൽപ്പറ്റ മണിയങ്കോടാണ്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും വയനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ചക്ക പോയി എടുക്കുക, നമ്മൾ ചക്ക വണ്ടി വരും, ഞങ്ങൾ ചക്ക പറിച്ചു വെക്കേണ്ടവർക്ക് വേണമെങ്കിൽ പറിച്ചു വെക്കാം. അപ്പം നമ്മുടെ നമ്പറുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മാനന്തവാടി ഒണ്ടയങ്ങാടിയിൽ നിന്ന് ചക്കരത്തിൻ്റെ ആൾക്കാർ വന്നപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ട്. കാരണം ചെയ്ത് കുറേ തോട്ടത്തിൽ നശിച്ചു പോകില്ലല്ലോ. ഇക്കൊല്ലം അല്ലെങ്കിലും അടുത്ത കൊല്ലത്തേക്ക് എന്തെങ്കിലും വില കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ കർഷകർ കൂടുതൽ പ്ലാവ് തൈയൊക്കെ വെച്ച് കൂടുതൽ ചക്ക ഉൽപ്പാദിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷ നമ്മളെ ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അവരുടെ തോട്ടത്തിൽ നിന്നും അവരുടെ ഭാര്യ ശാന്തി മോളിൽ നിന്നുള്ള അവരുടെ സ്ഥലത്തു നിന്നും കൂടിയാണ് ഇപ്പോൾ ചക്ക ശേഖരിച്ചത്. ഇനിയിപ്പോൾ നാളെ ഇവിടുന്ന് മറ്റേ മണിയങ്കോട് എസ്റ്റേറ്റിൽ നിന്ന് കുറച്ച് തരാമെന്നുള്ള ചോദിച്ചിട്ട് അവിടുന്ന് പറിക്കാമെന്നുള്ള ഉദ്ദേശമുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 500 കിലോൻ്റെ അടുത്ത് പറിച്ചുണ്ടാവുന്നതാണ് എൻ്റെ ധാരണ. 50 ചക്കയിൽ മേലുണ്ട്. ചുള തൂക്കുമ്പോൾ എങ്ങനെ തൂക്കുന്നുള്ള അറിയില്ല. എന്നാലും 500 കിലോൻ്റെ അടുത്ത് ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കച്ചവടത്തിന് ആശ്വാസമാകും. കാരണം ഇനി എല്ലാവരും ചക്ക സംരക്ഷിക്കാൻ നോക്കും. പറവുകാരൊക്കെ വെച്ചിട്ട് പുറകെ നശിപ്പിക്കാതെയൊക്കെ കിട്ടാൻ വേണ്ടി ശ്രമിക്കും.